ഹലോ ഫ്രണ്ട്സ്, ഇമ്മാനുവൽ ഫ്ലവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ട്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക, അപ്പോൾ നമുക്ക് ഒരു വീഡിയോയൊക്കെ എടുക്കണം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോയൊന്നും ഇടാറില്ലായിരുന്നു. അപ്പം വീട്ടിൽ കുറച്ച് റീസൺസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ഞാൻ വരാതിരുന്നത്. അപ്പം ഇനി അങ്ങ് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം. ഈ വീഡിയോയൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ബോഗൻവില്ലയിലേക്ക് കിടക്കാം. ആദ്യമൊന്നും എനിക്ക് ബോഗൻവില്ല വലിയ ഇഷ്ടമുള്ളൊരു ചെടിയല്ലായിരുന്നു. പിന്നെ ഇത് പൂക്കളൊക്കെ ഇപ്പോൾ പുതിയ മോഡലൊക്കെ വന്നു തുടങ്ങിയപ്പം ഈ ചെടികളോട് കുറച്ച് ഇഷ്ടം തുടങ്ങി. ഇപ്പോൾ ഇത് പൂവ് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമായി കേട്ടോ. എൻ്റെ അടുത്ത് ഒത്തിരി കളക്ഷൻസ് ഒന്നുമില്ല, എന്നാലും ഒരു 10-15 എണ്ണം ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, ഇത് പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നല്ല രസമുള്ള കളേഴ്സാണ്. വെള്ള, അതിൽ റെഡ് ഷെയ്ഡൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അതെണ്ണ എന്ന് പറഞ്ഞൊരു വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ അറിയുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഞാനൊരു 3-4 മാസം മുമ്പ് മേടിച്ചതാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ, ഇതിൻ്റെ പല കളറുകളും പല ഷെയ്ഡ്. ഇത് കണ്ടോ, പല കളേഴ്സാണ് ഒരു കൊലയിൽ. അതെണ്ണ എന്നാണ് ഇതിൻ്റെ പേര്. രണ്ടും കൂടെ കണ്ടോ, നല്ല വെറൈറ്റി കളേഴ്സ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടോ, ഇതൊരു മജന്ത കളറ്, നല്ല കുഞ്ഞു പൂക്കളാണ്. ഇങ്ങനെ കൊലയായിട്ടുണ്ടാവും, നല്ല ഭംഗിയാണ്. ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ പൂ കണ്ടോ, വൈറ്റ് ഷെയ്ഡൊക്കെയുള്ള ബട്ടർ കപ്പ് എന്നറിയപ്പെടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസിൽ പെട്ടത് കേട്ടോ. എൻ്റെ പെറ്റൂണിയ സുന്ദരികളൊക്കെ ഉണ്ടോ, ഇതെല്ലാം വിരിഞ്ഞ് തീരാനായി കേട്ടോ. തീർന്ന് കഴിയുന്നതിന് മുമ്പ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടോട്ടോ. ഇത് കണ്ടോ, അത് ബ്ലാക്ക് സുന്ദരികളാണ്. ഇത്രയും പൂക്കൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ സെപ്റ്റംബറിൽ കൂടാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഒരു ക്ഷാമം ഇല്ലാണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന് പല വെറൈറ്റി കളറാണ്. രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു കരിനീല കളർ വരും, ഉച്ചയ്ക്ക് നോക്കിയാൽ നല്ല മെറൂൺ കളർ വരും, വൈകുന്നേരം ആകുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. പല കളറിലാണ് ഇതിലെ അറിയുന്നത്. നല്ല ഭംഗിയാണ്. നല്ല മെറൂൺ കളറാണ്. അതേപോലെ അതിന് തൊട്ടടുത്ത ഇത് കണ്ടോ, ഒരു നീല ഷെയ്ഡ്, ഒരു വയലറ്റ് പോലെ കണ്ടോ, ശ്രദ്ധിച്ചറിയാം. അതേപോലെ ഇത് കണ്ടോ, ഇത് വേറൊരു കളർ. അങ്ങനെ ഒറ്റ ചെടിയെ തന്നെ പല കളറായിട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ്. അത് വെൽവെറ്റ് പോലെ തന്നെ. ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല സുന്ദരികളായിട്ടോ കാണാൻ. നല്ല പഫ് പോലെയുള്ള ചെടികൾ. പിന്നെ കുറച്ചുണ്ടാവും. ഇത് കണ്ടോ, ഇതൊരു കമ്മൽ ചെടിയാണ്. നിങ്ങളുടെ നാട്ടിലെ പേര് എനിക്കറിയത്തില്ല, ഞങ്ങളിവിടെ കമ്മൽ ചെടി എന്നാണ് പറയുന്നത്. പക്ഷെ നല്ല ഭംഗിയാട്ടോ. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് എനിക്കൊന്ന് 2-3 വർഷം മുമ്പ് ഒരു തൈ കൊണ്ട് വെച്ചതാണ്.
പിന്നെ ഞാൻ നട്ടിട്ടില്ല. അവരുടെ അരി വീണ് വീണ് ഇങ്ങനെ മുളച്ച് പൂവാകും. ഇതൊറ്റ ചോടാട്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. കുറേ നാൾ ഈ പൂ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ചെടികളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി വേറെ പുതിയ ചെടികൾ പൂക്കളൊക്കെ ആകാനുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പൂക്കളൊക്കെ ആയിട്ട് ഇനിയും വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരെയും എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു.